ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കോമിക് വിൻസ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വൺ പീസ് ഫാൻ തിയറിയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ ആനിമേസിനും ഫാൻ തിയറീസ് ഒക്കെ ഉണ്ടെങ്കിലും വൺ പീസിന്റെ ഫാൻ തിയറീസ് ഒക്കെ വായിക്കുമ്പോൾ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആവുകയാണ്. കാരണം എന്താണെന്ന് ഈ ഒരു തിയറി ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആനിമേ ഫ്രണ്ട്സ് ആയിട്ടുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ വീഡിയോയിലേക്ക് പോകാം. സോ ഈ ഒരു ഫാൻ തിയറി പ്രകാരം വൺ പീസ് എന്നത് ഒരു ഗോൾഡോ ഡയമണ്ട്സോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ട്രഷറൊന്നുമല്ല, മറിച്ച് ഇത് ഒരു ഏൻഷ്യന്റ് പോണഗ്ലിഫാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഡെവിൾ ഫ്രൂട്ട്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ഡെവിൾ ഫ്രൂട്ട്സ് എന്നല്ല, ഡ്രീം ഫ്രൂട്ട്സ് എന്നാണ് അതിന്റെ റിയൽ നെയിം എന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. പിന്നെ ഡി എന്ന ഇനീഷ്യലുള്ളവർ യഥാർത്ഥത്തിൽ ഡ്രീമേഴ്സ് എന്ന ക്ലാനിൽ ഉൾപ്പെടുന്നവരാണെന്നും സ്വപ്നങ്ങളെയും സ്വാതന്ത്ര്യത്തെയും റെപ്രസെന്റ് ചെയ്യുന്നവരാണെന്നും ഈ ഒരു തിയറിയിൽ പറയുന്നുണ്ട്. അവരുടെ മെയിൻ എനിമീസ് ആയിട്ട് വരുന്നത് ഗോഡ്സ്, അതായത് ഇന്നത്തെ വേൾഡ് ഗവൺമെന്റും സെലസ്ട്രിയൽ ഡ്രാഗണും ഒക്കെ. കാരണം അവരാണല്ലോ സാധാരണ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിച്ച് ലോകത്തെ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ റെസ്ട്രിക്ഷനുകളുള്ള വേൾഡ് തകർക്കാൻ പോകുന്നതിനാണ് നമ്മുടെ ലൂഫി. അവൻ വൺ പീസ് നേടിയെടുക്കുമ്പോൾ അതുപയോഗിച്ച് എല്ലാവർക്കും സ്വപ്നം കാണാനും സ്വതന്ത്രരാകാനും കഴിയുന്ന ലോകം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. ഇത് ഈ ഒരു തിയറിയിൽ മാത്രമല്ല, നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. സോ ദാറ്റ്സ് ദ ട്രൂ മീനിങ് ഓഫ് ഹിസ് ഫ്രീഡം. ഇനി ഈ ഒരു തിയറിയിൽ പറയുന്നത് 800 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അതായത് ജോയ് ബോയ് ആണ് ഈ ഡ്രീം ഫ്രൂട്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തതെന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. ആളുകളുടെ ഡ്രീംസ് റിയൽ ആക്കാനുള്ള പവേഴ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്നും, എന്നാൽ വോയിഡ് സെഞ്ചുറിയിലെ യുദ്ധങ്ങൾക്ക് ശേഷം ജോയ് ബോയ് ഈ നോളജ് ലാഫ്റ്റയിൽ ഒളിപ്പിച്ചുവെന്നും അതിനുശേഷം പുതിയ ഡെവിൾ ഫ്രൂട്ട്സ് ഒന്നും തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടില്ല എന്നുമാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. ഇനി ഈ ഒരു തിയറിയിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈമുസമയ്ക്ക് ശരിക്കും സീ കൺട്രോൾ ചെയ്യാനുള്ള പവർ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഡെവിൾ ഫ്രൂട്ട് യൂസേഴ്സ് സീ വാട്ടറിൽ ടച്ച് ചെയ്യുമ്പോൾ വീക്ക് ആവുന്നതിന്റെ കാരണം ഈമുസമയുടെ എവേക്കണിംഗ് പവർ കൊണ്ടാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈമുസമയെ ഡിഫീറ്റ് ചെയ്യപ്പെടുന്ന ദിവസം ഡെവിൾ ഫ്രൂട്ട് യൂസേഴ്സിന് സീ വാട്ടറിനോടുള്ള വീക്ക്നെസ് ഇല്ലാതാവുക എന്നാണ് ഈ ഒരു തിയറിൽ പറയുന്നത്. ഇനി റോജർ ലാഫ്റ്റിൽ ചിരിച്ചതിന്റെ കാരണം വൺ പീസ് കണ്ടതുകൊണ്ടല്ല, മറിച്ച് ജോയ് ബോയുടെ കഥ വായിച്ചതുകൊണ്ടാണ് എന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. ലാഫ്റ്റയിൽ ഒരുപാടധികം പോണഗ്ലിഫ്സ് ഉണ്ട്. അവയിൽ ഒന്നിൽ ജോയ് ബോയുടെ കഥയും ഉണ്ടായിരുന്നു. ജോയ് ബോയ് എന്ന പേര് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ, ആര് എന്ത് സ്വപ്നം കണ്ടാലും ജോയ് ബോയ് അതനുസരിച്ച് ഒരു ഡെവിൾ ഫ്രൂട്ട് ക്രിയേറ്റ് ചെയ്യും. അവൻ യാത്ര ചെയ്ത എല്ലായിടത്തും അവൻ ആളുകളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ജോയ് ബോയ് എന്ന പേരിൽ ആരാധിക്കപ്പെട്ടത്. ഇതൊക്കെ വെറും തിയറീസ് ആണെങ്കിൽ പോലും ഒരുപാടധികം സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത്. സോ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ തിയറി വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ പറഞ്ഞു വന്നത്. സോ ഈ ഒരു തിയറിയെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ ലെറ്റ് മീ നോ ഇൻ കമന്റ്സ്. സയൂനര.